ലോ ആൻഡ് ഓർഡർ നമ്മുടെ രഞ്ജിത്തിൻ്റെ പുതിയ സിനിമയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു കൊച്ചി, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇപ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. രഞ്ജിത്ത് നല്ലൊരു സംവിധായകനാണ്. രഞ്ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രഞ്ജിത്തിൻ്റെ എല്ലാ പടങ്ങളും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടാണ്. നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, നല്ലൊരു ആക്ടറാണ്, നല്ലൊരു സംവിധായകനാണ്. പക്ഷെ മനുഷ്യരല്ലേ, ചില വീക്കെൻഡ്സുകളൊക്കെ ഉണ്ടായിരിക്കാം. അത് നമുക്ക് ഒരു നടനെയോ ഒരു സംവിധായകനെയോ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളെ തന്നെയായാലും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഓരോ വീക്കെൻഡ്സ് ഉണ്ടാവും. ഈ നമ്മുടെ രഞ്ജിത്തിനുള്ള വീക്കെൻഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണ്. ബംഗാളി സ്ത്രീയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ ഒരു കേസും കോടതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കേസ് നമ്മുടെ രഞ്ജിത്തിന് അനുകൂലമായിട്ട് വിധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു അഭിനയിക്കാമെന്ന് പറഞ്ഞ് റോള് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു പയ്യനെ പ്രകൃതി വിരുദ്ധമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ചെക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും കാമ്പൊന്നുമില്ല. അതൊക്കെ കൊല്ലങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പോഴാണ് അവരൊക്കെ പറയുന്നത്. അതിലും കാമ്പൊന്നും ഉണ്ടായില്ല. അതും ഉപേക്ഷിച്ചു. നമ്മളിപ്പോൾ അതൊന്നല്ല പറയുന്നത്. ലോ ആൻഡ് ഓർഡർ പടത്തിൻ്റെ ഷൂട്ടിംഗ് കൊച്ചിയിൽ നടക്കണം. ആ കൊച്ചിയിൽ നടക്കുമ്പോൾ എന്തുണ്ടായി, അതിലത്തെ നല്ലൊരു റോൾ അഭിനയിക്കുന്ന ഒരു നായിക കാരവനിൽ വന്നു. ആ കാരവനിൽ പോയിട്ട് രഞ്ജിത്ത് പിടിച്ചു വലിച്ചു എന്നാണ് പറയണത്. അതും പുറത്തൊരു നടീനെ കാവൽ നിർത്തിക്കൊണ്ടാണ് ഈ അതിക്രമം കാണിച്ചത്. ആ നടി കാണിച്ചാലും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഈ അറ്റാക്ക് വന്നതോടുകൂടിയിട്ട് നടി ആകെ പേടിച്ച് ഓടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കാരവൻ തുറന്ന് പുറത്തേക്ക് ഓടിയിട്ട് പോയി കേസ് കൊടുത്തു. കേസ് കൊടുത്തോടുകൂടിയിട്ട് അത് വലിയൊരു പ്രശ്നമായി. ആ കേസ് പ്രശ്നമായോടുകൂടിയിട്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേസ് ചാർജ് ചെയ്തു. ഇപ്പോൾ രഞ്ജിത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കണം. രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിത്ത് ഇടതുപക്ഷക്കാരനാണ്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി ഇല്ലാത്ത സമയമാണ്, ഗവൺമെൻറ് ഭരിക്കുന്നില്ല. ഇപ്പോൾ ഭരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അതുകൊണ്ട് ഈ കേസിൽ നിന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തുകൊണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് രഞ്ജിത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഇല്ല, ഒരു സ്വാധീനം നടക്കില്ല. എന്തായാലും അകത്ത് പോണ കേസാണ്. ഇതിപ്പോൾ ഇലക്ഷൻ കമ്മീഷനാണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം അധികാരി. അപ്പോൾ ഇങ്ങനൊരു കേസ് എന്താണ് ഈ രഞ്ജിത്ത് ഇങ്ങനെ ഇത്രയും പബ്ലിക്കായിട്ട് ചെയ്തിട്ട് രഞ്ജിത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് നടി വേണമെങ്കിലും രഞ്ജിത്തിന് വേണമെങ്കിൽ കിട്ടും. രഞ്ജിത്തിന് ഒരാളുടെ ഒരു അതിൻ്റേതായുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് കയറി പിടിക്കുകയല്ലേ നല്ലത്. രഞ്ജിത്ത് പറയുന്ന ഹോട്ടലിലേക്ക് ചെല്ലാനായിട്ട് തയ്യാറായിട്ട് നടികളോട് ക്യൂ നിൽക്കുക. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആക്രാന്തം കാണിച്ചതെന്ന് നമുക്ക് ചോദിക്കാനുള്ളൂ. പിന്നെ രഞ്ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീനിയസാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ചില ബുദ്ധി ചിലപ്പോൾ പിന്നാക്കം പോകുന്നുണ്ടാവും. അതായിരിക്കാം. രഞ്ജിത്ത് എന്തായാലും 2 കേസിൽ നിന്ന് ഇതുപോലെ ഒഴിവാക്കി കിട്ടി. അതുപോലെ തന്നെ ഈ കേസും അവസാനം എലിയായി പുലിയായി ഉറാമ്പലിയായിട്ട് പോകുള്ളൂ. ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് വരും. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് നടന്നു. ഇത് കമ്മീഷണർ മുഖേനയാണ് ഇത് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം വളരെ ശക്തമായി പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ് FIR ഇട്ടിട്ട് ഇപ്പോഴാണ് മൂപ്പരെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും രഞ്ജിത്തിൻ്റെ കാലദോഷം അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, ലോ ആൻഡ് ഓർഡർ ഒരു പോലീസ് സ്റ്റോറിയാണ്. അപ്പോൾ അതേപോലെ തന്നെ